നമ്മളിന്നേ പുത്തൂരാണ്. പുത്തൂര് സുവോളജിക്കൽ പാർക്കിന്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാണ് ട്ടോ കാണാനായിട്ട്. അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ ഇന്നൊരു തീർത്ഥാടനത്തിനായിട്ട് ഇറങ്ങിയതാണ്. തീർത്ഥാടനത്തിനെന്ന് പറഞ്ഞാൽ കേരള പഴനിയും അതേപോലെ തന്നെ തൃക്കൂർ ക്ഷേത്രവും അടുത്തടുത്താണ് ഈ ക്ഷേത്രങ്ങൾ ട്ടോ. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സുവോളജിക്കൽ പാർക്കും. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഈ സുവോളജിക്കൽ പാർക്കിലും കൂടി കയറാമെന്ന് കരുതി. തൃക്കൂർ ഗുഹാക്ഷേത്രവും കേരള പഴനിയും ഈ സുവോളജിക്കൽ പാർക്കും ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിലാണ് ട്ടോ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ 2 ക്ഷേത്രങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴി കയറി പോകാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ സുവോളജിക്കൽ പാർക്ക്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. അപ്പോൾ നമ്മൾ ആ സുവോളജിക്കൽ പാർക്കിൻ്റെ പാർക്കിങ്ങിലേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. പാർക്കിംഗ് ചെയ്യാനായിട്ട് കാറിന് 100 രൂപയാണ് ട്ടോ നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ആ 100 രൂപ കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഞങ്ങളൊരു 11 മണിയോട് കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഉണ്ടല്ലോ നല്ല തിരക്കുണ്ട് ട്ടോ ഇന്നത്തെ ദിവസം. ഇത് ഒരു ഒഴിവ് ദിവസമാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ഇനി അല്ലാത്ത ദിവസങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. സംഗതി നല്ല പാർക്കിംഗ് സൗകര്യവും അതേ കൂട്ട് തന്നെ ഇത് കണ്ട ഇത് സോളാർ പാനലാണ് ട്ടോ. അപ്പോൾ സോളാറിലൂടെയാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ തന്നെ നല്ല വെയിൽ സമയത്തൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടിയൊക്കെ ഒരുപാട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ട്ടോ. നടന്നു പോകാൻ ഒരു ആശ്വാസമാണ്. 350 ഏക്കർ വരുന്ന സ്ഥലത്ത് 300 കോടി രൂപ ചെലവാക്കിയാണ് ഈ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതും അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയുമാണിത്. വന്യജീവികളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തുറസായി പ്രദർശിപ്പിക്കാനുള്ള പ്രത്യേക വാസസ്ഥലങ്ങളാണ് ഈ മൃഗശാലയിലുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം എന്താണ് പ്രത്യേകതയെന്ന്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരാൾക്ക് 70 രൂപയാണ് ട്ടോ ടിക്കറ്റ്. അത് നമ്മൾ ബസ്സിന് ഇവിടുന്ന് കൊണ്ടുപോകും. അതിന് 30 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം ഒരാൾക്ക്. പിന്നെ അത് വിട്ട് തന്നെ 60 വയസ്സിന് മേലെയുള്ളവർക്ക് 30 രൂപയെ ടിക്കറ്റ് ചാർജ് ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ബസ്സിന് പോകേണ്ടവർക്ക് ബസ്സിന് പോവാം, ഇല്ലാത്തവർക്ക് നടന്നു പോവാം. അപ്പോൾ നമ്മളപ്പം നടന്നാണ് ട്ടോ പോകുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇതേപോലുള്ളൊരു സുവോളജിക്കൽ പാർക്കിലൊക്കെ കയറുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും. നല്ല നല്ല മൃഗങ്ങളെയും നമ്മൾ കാണാത്ത മൃഗങ്ങളെയും അതേപോലെ തന്നെ കാണാത്ത പക്ഷികളെയും എല്ലാം കാണണം എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഈ പോകുന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു മുതലയാണ്. അതായത് ഗ്ലാസ്സിനപ്പുറത്തായിട്ട് വെള്ളത്തിൽ നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പ് ആക്കി ഇട്ടിട്ടേക്കേണ്ട. ശരിക്കും ഇതിനെയൊക്കെ തുറസായിട്ട് ഇതേപോലെ പ്രദർശിപ്പിക്കണം എന്നുള്ളതാണല്ലോ. ഒരുപാട് സ്ഥലം അതിന് നടക്കാനായിട്ട് അതിനകത്തുണ്ട്. നീന്തി നടക്കാനും അതുകൊണ്ട് തന്നെ നല്ലൊരു തടാകം പോലെ ശരിയാക്കിയിട്ടേക്കാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ചെല്ലുന്നത് നമ്മൾ ബേഡ്സിൻ്റെ അടുത്തേക്കാണ്. ഒരുപാട് പക്ഷികളുണ്ട്. പക്ഷികളുണ്ടെന്ന് പറയുന്നുണ്ട്. കുറേ ഒന്നും കാണുന്നില്ല കേട്ടോ. കുറേ ബോർഡുകൾ മാത്രമേ ഉള്ളൂ. കാരണം ഇതിപ്പോൾ നമ്മൾ കാണണമെന്നുണ്ടെങ്കിലേ ശരിക്കും കുറേ നേരം വെയിറ്റ് ചെയ്യണം. ചില സമയത്ത് വരും, ചില സമയത്ത് വലിയയിടത്തുമൊക്കെ ആയിരിക്കുള്ളൂ ഈ പക്ഷികൾ. അപ്പോൾ ചിലതിനെയൊക്കെ കാണാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോറടി തന്നെയാവും. അപ്പോൾ ഞങ്ങളപ്പോൾ അവിടെ നിന്ന് നടക്കുകയാണ്. അവിടെ നിന്ന് നടന്ന് പോകാനൊക്കെ ഒരു പ്രത്യേക രസമാണ് ട്ടോ. ഈ സൈഡിലൊക്കെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. കാഴ്ചകളെന്ന് വെച്ചാൽ ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണതൊക്കെ അടിപൊളിയാണ്. പക്ഷേ ശരിക്കും കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കും ബോറടിയായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കാണാനായിട്ട് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്ത ഒരവസ്ഥയായി. പിന്നീട് ചെന്നപ്പോഴാണ് ഒരു കൊക്കിനെ കാണുന്നത്. അതായത് കന്യാസ്ത്രീ കൊക്ക് എന്നാണ് പറയുന്നത്. ആ കൊക്കിനെയും അതുപോലെ തന്നെ മയിലിനെയും ഇതിനെയൊക്കെ കാണുകയാണ്. കൃഷ്ണപ്പരുന്തിനെയൊന്നും കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇതിനെയൊക്കെ കാണാൻ സാധിക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ബോറടി തന്നെയായി തുടങ്ങി. നമ്മളപ്പോൾ ഈ ടിക്കറ്റ് എടുത്തതിനുള്ള കാഴ്ച ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്തിയേക്കുന്നത് കണ്ട ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ മാൻകൂട്ടങ്ങൾ അതുകൊണ്ട് തന്നെ മ്ലാവും രണ്ടും ഉണ്ട് ഇവിടെ. 2 വശത്തായിട്ട് മാൻകൂട്ടങ്ങളും ഉണ്ട്, മ്ലാവും ഉണ്ട്. അപ്പം ഇതിനെ കാണാൻ സാധിക്കുന്നുണ്ട് ട്ടോ ഇവിടെ. അത് നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും കുറവാണെന്ന് തന്നെ പറയാം. കുറേ ഇതിൻ്റെ ഇടയിൽ ഇത് ചത്തുപോയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരിടക്ക് വാർത്ത പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 2.5 കിലോമീറ്ററോളം നമുക്ക് നടക്കാനുണ്ട് ട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് ഒരു ഏകദേശം കഴിയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്തായാലും ക്ഷീണമായി. 2 ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതി. ഇതിൽ കയറിയിട്ടേ ഞങ്ങൾ ആകെ കണ്ടതുണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിനകത്ത് ഒരുപാട് നടക്കാനുണ്ട് ട്ടോ. നല്ല സെറ്റാക്കി ചെയ്തിട്ടൊക്കെ ഉണ്ട്. സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നല്ല പാലം പോലെയൊക്കെ റെഡിയാക്കി ഇതിൻ്റെ മേലെ കൂടിയൊക്കെ നടക്കാൻ നല്ല വെയിലാണെങ്കിൽ ആകെ ആവശ്യമായി പോകും ട്ടോ. പക്ഷേ കാണാനുണ്ട്. കാരണം സെറ്റിങ്ങൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഉണ്ടല്ലോ ഇതിനകത്ത് ആകെ കണ്ടതാണ് ട്ടോ ഇത്. ഈ 2 കുരങ്ങന്മാരെയാണ് നമ്മൾ കണ്ടത്. കുറേ നടക്കാനുണ്ട് ട്ടോ. നടന്ന് വന്നിട്ടാണ് ഈ 2 കുരങ്ങന്മാരെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ കയറിയിട്ടേ പല സ്ഥലങ്ങളിലും ഒന്നും കാണാനില്ല എന്ന് തന്നെ പറയാം. കുറേ
ഏരിയ ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. പല മൃഗങ്ങളെയും കൊണ്ടുവന്ന് ഇടാനുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും ഈ ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷേ ഒന്നിലും ഒന്നും തന്നെ ഇല്ല. ഒരു 3, 4, 5 സ്ഥലങ്ങളിൽ ഇതേപോലെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അതായത് ഒന്നിനെയും കൊണ്ടുവന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഇതിനകത്തൊന്നുമില്ല. കാണാനൊന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മളുടെ പൈസ പോയി എന്ന് തന്നെയാണ് ശരിക്കും എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ പൈസ പോയി കിടക്കുകയാണ്. കാരണം രൂപ 70 ഒരാൾക്ക് വെച്ച് നമ്മൾ കൊടുത്തിട്ട് ഇതിനകത്ത് കയറിയിട്ട് വെറുതെ ഇങ്ങനെ അലഞ്ഞിരി നടക്കാവുന്നേ ഉള്ളൂ. ശരിക്കും കാണാനെന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല. ഇനിയിപ്പോൾ ഒരു പുലിനെയോ കടുവയോ അങ്ങനെ എന്തോ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ചെന്ന് നോക്കാം. അത്രയേ ഉള്ളൂ. എന്താണ് കാര്യം എന്നുള്ളത്. പുലി 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 വെള്ളം കുടിക്കാൻ വന്നത്. കടുവ കടുവ അപ്പോഴേ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുലിയുമുണ്ട് കടുവയുമുണ്ട്. അതായത് ഒന്നിൽ പുലിയും ഒരു വശത്ത് പുലിയും മറുവശത്ത് കടുവയുമാണ്. ഇവിടെ പുലി വെള്ളം കുടിക്കാൻ വരുമ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിലൂടെ അടുത്ത് നിന്ന് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ വരുമ്പോൾ അടുത്ത് നിന്ന് കാണാൻ സാധിക്കും. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇതിൽ നടന്നു പോകുന്ന വഴി സൈഡിലൂടെ ഒരു കടുവ പോകുന്നത് കണ്ടിട്ടോ. അത് ക്ലിയർ അല്ല, എന്നാലും പോകുന്നത് കണ്ടു. അതേപോലെ ഒരുത്തൻ്റെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലസിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണം കിട്ടാഞ്ഞിട്ടോ എന്താണെന്നറിയില്ല, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും കിട്ടിയിട്ട് എന്നെ കടിച്ച് കീറാനുള്ള പരിപാടിയിലാണെന്നാണ് തോന്നുന്നത്. അതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ആ പുലിയും കടുവയും ഇവിടെയുണ്ട്. ശരിക്ക് ശ്രദ്ധിച്ച് നിന്നാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ എത്തിയപ്പോൾ തന്നെ മടുത്ത് തുടങ്ങി കേട്ടോ. ഇനിയുള്ളത് ഒരു കാഴ്ച മാത്രമേ ഉള്ളൂ. ഈ ഹിപ്പോപ്പൊട്ടാമസും അതേപോലെ തന്നെ കാട്ടുപോത്തും എന്തൊക്കെയുണ്ടെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ പക്ഷേ അതിനകത്തൊന്നും കാണാൻ നിന്നില്ല കേട്ടോ. കാരണം ഞങ്ങളാകെ ആവശ്യതയായി. അതുകൊണ്ട് തന്നെ പോകുന്ന വഴി ഞങ്ങൾ ബസ്സിൽ കയറിപ്പോയി. ബസ്സിൽ കയറി പോകാനായിട്ട് പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ. തിരിച്ച് പോകുമ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ബസ്സിൽ കയറി തിരികെ പോകാം. അപ്പോൾ നമ്മളുടെ പുത്തൂരിലുള്ള ഈ സുവോളജിക്കൽ പാർക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാഴ്ചകളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 70 രൂപ കൊടുത്ത് അതേപോലെ 100 രൂപ പാർക്കിംഗ് ഫീസൊക്കെ കൊടുത്ത് കാണാനുള്ളതുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കാട്ടോ. എന്തായാലും സുവോളജിക്കൽ പാർക്കിലേക്ക് മാത്രം വരുന്നത് നഷ്ടം തന്നെയാണ്. ഇപ്പോൾ നമ്മളിവിടെ ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ ആ കേരളപ്പഴനിയും ആ കേവ് ടെമ്പിളും തൃക്കൂർ കേവ് ടെമ്പിളും ഇതൊക്കെ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് സന്ദർശിച്ച് പോകാൻ പറ്റിയ സ്ഥലം മാത്രമേ ഉള്ളൂ ഈ സുവോളജിക്കൽ പാർക്ക്.